ഇന്ന് നമ്മൾ പതിവില്ലാതെ ഫാമിലൊന്ന് പോയിട്ടോ. ഫാമിൽ ചെന്നപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കണ കണ്ടപ്പോൾ ഒരു രസം തോന്നി. പണ്ടത്തെയൊക്കെ ഒരു ഓർമ്മയിൽ ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ ഇവിടെ ഫാമിൻ്റെ ആ ടാങ്കുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇനി വേറെ മീനുകൾ ഇടുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇത് വീണ്ടും വെള്ളം നിറച്ച് അതിലോട്ടാണ് കേട്ടോ ഈ മീനുകൾ ഇടുക. അപ്പം ഞാൻ അരപ്പയ്മയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു 6 ചാള മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന കാരണം അതിൽ കുറേ ചെമ്മീനും ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഓസ്കാറിനെയും ഹിക്കിലേക്കൊക്കെ കൊടുക്കാനുള്ള തീറ്റകളാണ്. ചാള എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. അതിന് എണ്ണീട്ട് 6 എണ്ണം എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഞാനതിൽ വെള്ളം ഒഴിച്ച് അത് തണുപ്പ് മാറാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം അതിൻ്റെ തണുപ്പ് മാറിയപ്പോൾ ഞാനും ഇച്ചായനും കൂടി അതിന് തീറ്റ, എനിക്ക് സത്യത്തിൽ തീറ്റ കൊടുക്കാൻ പോകാൻ ഭയങ്കര പേടി, അതെൻ്റെ കൈ കടിക്കുമോ അങ്ങനെയുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തോളാം, ഇച്ചായൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചായനെ നിർത്തി കൊടുക്കാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ അത് സംഭവിച്ചു. അതിങ്ങനെ കൈമിക്ക് ഇങ്ങനെ കടിക്കാൻ വരുന്ന പോലെ ഇങ്ങനെ ശരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയണില്ല വീഡിയോയിൽ. ഒരു ബ്ലാക്ക് കളറായതുകൊണ്ട് അതിനെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതൊരൊറ്റ ചാടി പിടിക്കലും ഞാൻ ഫോണും കൊണ്ട് ഓടിപ്പോയി പേടിയായിട്ട്. അങ്ങനെ അടുത്തേനെ കൊടുക്കുക. ഇത് കുറച്ചും കൂടി ക്ലിയർ ഉണ്ട് കേട്ടോ. ഇതിനും കൊടുക്കുമ്പോൾ കുറച്ച് പേടി മാറി എൻ്റെ. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതും ഇങ്ങനെ ചാടി പിടിക്കണ കാണാനുണ്ട്. പിന്നെ രണ്ടാമത്തെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് എവിടുന്നാണ് വന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. വന്ന് ചാടി പിടിച്ചത് ഞങ്ങൾ കണ്ടില്ല. പെട്ടെന്ന് അത് കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ പിടിക്കാനായിട്ട് വന്നു. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. കോളിഫ്ലവർ നമുക്കൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, അരിപ്പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ് ഇവയൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തു. അതിന് ശേഷം ഞാൻ ഈ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അതിന് ശേഷം ഈ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതും കൂടി ഇട്ട് കുറച്ചൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നല്ല മഴ പെയ്തു. ശരിക്കും ആ മഴ പെയ്യുന്ന സമയത്ത് ചൂട്ടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ചീഞ്ഞട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനത് എടുത്തു മാറ്റി. ഒരു വേപ്പിലും വറ്റൽമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് എരിവ് വളരെ കുറവാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങളതെടുത്ത് മൊരിഞ്ഞ് ചൂട്ടോട് കൂടി മക്കൾക്കൊക്കെ കൊടുത്തു. മക്കളത് സോസ് കൂട്ടി കഴിച്ചു. വളരെ സന്തോഷമായിട്ടോ എല്ലാവർക്കും. ഇത് കണ്ടപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ ചൂട്ടോടെ കഴിക്കേണ്ട ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് അവസാനം ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.